വാട്സ്ആപ്പ് ബൾക്ക് സെൻഡിംഗ് സോഫ്റ്റ്വെയറിന്റെ ട്രെയിനിങ് വീഡിയോ ആണ്. ഇപ്പൊ അതിൽ നമുക്ക് ഇതിന്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് മുതൽ തുടങ്ങാം. ഇൻസ്റ്റാളേഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഇതിന്റെ അപ്ഡേഷൻ വരുമ്പോൾ അപ്ഡേറ്റഡ് ഫയൽ അയച്ചു തരും. അപ്പൊ നിലവിൽ ഇപ്പൊ അയച്ചു തരുന്ന ഫയൽ ഇൻസ്റ്റാൾ ചെയ്താലും പിന്നീട് പുതിയ അപ്ഡേഷൻ അയക്കുന്ന സമയത്ത് പഴയത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം പുതിയ ഇൻസ്റ്റാൾ ചെയ്യാൻ. അപ്പൊ ആദ്യം എങ്ങനെയാണ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് WS സെന്ററിന്റെ ആപ്ലിക്കേഷൻ ഫയൽ വരുന്നത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾഡ് ആണ്. ഇപ്പൊ ഇതെങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ സെർച്ച് ബാറിന്റെ അവിടെ ഇൻസ്റ്റാൾഡ് ആപ്പ് എന്ന് സെർച്ച് ചെയ്യാം. ചില കമ്പ്യൂട്ടറിൽ ചില വിൻഡോസിൽ ഇൻസ്റ്റാൾഡ് ആപ്പിന് പകരം ആപ്പ് ആൻഡ് ഫീച്ചർ എന്നായിരിക്കും ഈ സെറ്റിംഗ്സിന് വരിക. ആപ്പ് ആൻഡ് ഫീച്ചർ ആണ് ആപ്പ് ആൻഡ് ഫീച്ചർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം വരുന്ന ഇൻസ്റ്റാൾഡ് ആപ്പ് ആണ് ഇൻസ്റ്റാൾഡ് ആപ്സ്, അല്ലെങ്കിൽ ആപ്പ് ആൻഡ് ഫീച്ചർ ആണെങ്കിൽ ആപ്പ് ആൻഡ് ഫീച്ചർ. ഈ സെർച്ച് ദ വെബ് എന്നുള്ളതല്ല സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. നമ്മുടെ സെറ്റിംഗ്സിലുള്ള ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇൻസ്റ്റാൾഡ് ആപ്സ് ആണെങ്കിൽ ഇൻസ്റ്റാൾഡ് ആപ്സ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആപ്പ് ആൻഡ് ഫീച്ചർ എടുക്കുക. അത് എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതിൽ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ WS സെന്റർ സെറ്റപ്പ് എന്നുള്ള ഫയലാണ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതിനായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ WS സെന്റർ സെറ്റപ്പ് എന്നുള്ള ഒരു ഫയൽ കാണാനായിട്ട് പറ്റും. ആ ഫയൽ നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം അൺഇൻസ്റ്റാൾ എന്നുള്ള ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം അൺഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ആ സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അൺഇൻസ്റ്റാൾ ആയി. ഇനി എങ്ങനെയാണ് നമുക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ വാട്സാപ്പിൽ അയച്ചു തരുന്ന WS സെന്റർ സെറ്റപ്പ് എന്നുള്ള ഫയൽ ഉണ്ടാവും. ആ സെറ്റപ്പ് ഫയൽ ആദ്യം കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനായിട്ട് ക്രോമിൽ വാട്സാപ്പ് വെബ് കണക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഫയൽ പ്രോപ്പറായിട്ട് ഡൗൺലോഡ് ആയി കിട്ടും. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത ശേഷം WS സെന്റർ സെറ്റപ്പ് എന്നുള്ള ഈ ഫയലിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക, അടുത്തത് നെക്സ്റ്റ് കൊടുക്കുക, അടുത്തത് നെക്സ്റ്റ് കൊടുക്കുക, എസ് കൊടുക്കുക. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ്. ഇത്രയുള്ള ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ്. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്ത ഫയൽ WS സെന്ററിന്റെ ആപ്ലിക്കേഷന്റെ ഐക്കൺ നമ്മുടെ ഇവിടെ വരും, ഡെസ്ക്ടോപ്പിൽ വരും. ഇത് സെറ്റപ്പ് ഫയലാണ്. ഇത് ആപ്ലിക്കേഷൻ ഫയൽ വന്നു കഴിയുമ്പോൾ അത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിലൊരു കോഡ് കാണിക്കും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇത് കോഡ് കാണിക്കാത്ത. ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ മാത്രമേ കോഡ് ചോദിക്കത്തുള്ളൂ. പിന്നീട് ചെയ്യുന്ന സമയത്ത് കോഡ് ചോദിക്കത്തില്ല. പിന്നീട് നമ്മൾ റീഇൻസ്റ്റാൾ ചെയ്ത് പുതിയ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കോഡ് ചോദിക്കത്തില്ല. അപ്പോൾ ആദ്യം കോഡ് കാണിക്കുമ്പോൾ ആ കോഡ് കോപ്പി ചെയ്ത് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മുടെ നിന്ന് ലൈസൻസ് ജനറേറ്റ് ചെയ്ത് തിരിച്ചു തരും. അപ്പോൾ ആ ലൈസൻസ് കോഡ് കോപ്പി ചെയ്തിട്ട് ആക്ടിവേഷൻ കീ ചോദിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് ആക്ടിവേറ്റ് നൗ കൊടുത്താൽ ഇതുപോലൊരു വിൻഡോയിലായിരിക്കും നമ്മൾ വരിക. ഇതിൽ നമ്മൾ എങ്ങനെയാണ് മെസ്സേജസ് അയക്കുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറയാം. നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് എപ്പോഴും എക്സലിലാണ് നമ്മുടെ കയ്യിൽ ഡേറ്റ ഉള്ളതെങ്കിൽ നമ്മൾ ആ എക്സലിൽ ജസ്റ്റ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് ഇവിടെ നമ്പർ എന്നുള്ള സ്ഥലത്ത് വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആഡ് കൺട്രി കോഡ്, കോപ്പി പേസ്റ്റ് നമ്പർ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അതുപോലെ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് നമ്പേഴ്സ് എന്നുള്ളതുകൊണ്ട് അതിൽ ആഡ് കൺട്രി കോഡ് നമ്മൾ ഇല്ലാത്ത ഡേറ്റയാണ് നമ്മുടെ കയ്യിൽ ഉള്ളതെങ്കിൽ നമ്മൾ ഇവിടെ നമ്പർ കോപ്പി പേസ്റ്റ് ചെയ്ത ശേഷം ആഡ് കൺട്രി കോഡ് കൊടുക്കുക. എന്നിട്ട് 91 കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുക. 91 ഇന്ത്യയിലാണെങ്കിൽ 91 കൊടുക്കുക, വേറെ ഏതെങ്കിലും കൺട്രി ആണെങ്കിൽ അവിടുത്തെ കൺട്രി കോഡ് കൊടുക്കുക. എന്നിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ എല്ലാ നമ്പറിലും ഓട്ടോമാറ്റിക്കലി കൺട്രി കോഡ് വരും. ഇനി നമ്പർ കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് നമ്പറിന്റെ അവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി പേസ്റ്റ് നമ്പർ എടുക്കും. ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ നമ്മൾ എക്സലിൽ നിന്ന് കോപ്പി ചെയ്ത നമ്പർ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇമ്പോർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്പർ വരും. ഞാനിപ്പോൾ സാമ്പിൾ കാണിക്കാനായിട്ട് ആയതുകൊണ്ടാണ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാത്തത്. ബട്ട് ഇവിടെ തന്നെ ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കാണിക്കാം. നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത ശേഷം അല്ലെങ്കിൽ എക്സലിൽ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത ശേഷം ഇമ്പോർട്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ നമ്പർ ഇവിടെ വരും. ആ നമ്പേഴ്സ് എല്ലാം ഇവിടെ വരും. അതിനുശേഷം മെസ്സേജ് ടൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് യുവർ മെസ്സേജ് എന്നുള്ള സ്ഥലത്ത് ഇപ്പോൾ ഹായ് ആണെന്നുണ്ടെങ്കിൽ ഹായ് കൊടുക്കുക. അതിനുശേഷം എന്തെങ്കിലും നമ്മുടെ കണ്ടന്റ് എന്താണോ കണ്ടന്റ് കൊടുക്കുക. എന്നിട്ട് ആഡ് ഫയൽ എന്നുള്ള ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇമേജസ് ഒക്കെ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടറിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റാർട്ട് ക്യാമ്പയിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ സ്റ്റാർട്ട് ക്യാമ്പയിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാമ്പയിൻ നെയിം കൊടുക്കും. അത് കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും പേര് കൊടുക്കാം, നമുക്ക് അറിയാനായിട്ടാണ്. അതിനുശേഷം താഴെ സേഫ് മോഡ് അൺസേഫ് മോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ അൺസേഫ് ആണ് എപ്പോഴും കൊടുക്കേണ്ടത്. സേഫ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിന് നമ്പർ സേവ് ചെയ്തേക്കുന്ന ആൾക്കാർക്കൊക്കെ അയക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് എപ്പോഴും പ്രോപ്പറായിട്ട് സെൻഡ് ചെയ്യാനായിട്ട് അൺസേഫ് മോഡ് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. അതിനുശേഷം സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് പോകും. ഇതിൽ ക്ലിക്ക് ടു ഇനിഷ്യേറ്റ് എന്നുള്ള ആദ്യത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ വാട്സപ്പ് റീലോഡ് ചെയ്ത് വരുന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റും.
വാട്സപ്പ് കണക്റ്റഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് റീലോഡ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ക്രോമിൽ ആണ് QR കോഡ് വരും. QR കോഡ് നമ്മൾ ലിങ്ക് ഡിവൈസ് കൊടുത്ത് വാട്സപ്പിന്റെ മേളത്തെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലിങ്ക് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ QR കോഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ മേളിൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ആ ലിങ്ക് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ ഒരു QR കോഡ് സ്കാൻ ചെയ്യാനുള്ള സ്കാനർ വരും. ആ സ്കാനർ വെച്ചിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാട്സപ്പ് കണക്റ്റഡ് ആവും. നമ്മുടെ വാട്സപ്പ് ഇവിടെ ഇപ്പോൾ കണക്ട് ആയിട്ടുണ്ട്. കണക്ട് ചെയ്തുമ്പോൾ ഇത് മിനിമൈസ് ചെയ്യുക. മിനിമൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇനിഷ്യലൈസ്ഡ് എന്ന് പറഞ്ഞ റൈറ്റ് സൈഡിൽ പച്ച കളറിൽ കാണാനായിട്ട് പറ്റും. അത് കഴിയുമ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അയച്ച മെസ്സേജ് ആണ് ഈ ഹായ്. ഇവിടെ സെൻഡ് ആയതിന്റെ സ്റ്റാറ്റസും ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ആയി, സക്സസ് എന്നുള്ള സ്റ്റാറ്റസ് ഇവിടെ കാണും. ഇനി കോൺടാക്ട് നോട്ട് ഫൗണ്ട് ആണ്, കോൺടാക്ട് നോട്ട് ഫൗണ്ട് കാണിക്കും. ഫെയിൽഡ് ആണെങ്കിൽ ഫെയിൽഡ് കാണിക്കും. വാട്സപ്പ് ഇല്ലാത്ത ആ നമ്പറിൽ വാട്സപ്പ് ഇല്ലെങ്കിലാണ് കോൺടാക്ട് നോട്ട് ഫൗണ്ട് കൂടുതലും കാണിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് മെസ്സേജ് അയക്കുന്നത്. ഇനി ഇതിലുള്ള ബാക്കി ടൂൾസ് കൂടെ നമുക്ക് നോക്കാം. നമുക്ക് സോഫ്റ്റ്വെയറിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. അപ്പൊ അതിൽ ടൂൾസ് നോക്കാനായിട്ട് റൈറ്റ് സൈഡിലെ മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം. അതിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടൂൾസ് എല്ലാം കാണാനായിട്ട് പറ്റും. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഗെറ്റ് ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലുള്ള ആൾക്കാരുടെ ഡാറ്റ നമുക്ക് എക്സൽ ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ഗ്രാബ് നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്ലിക്ക് ടു ഇനിഷ്യേറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കണക്ട് ആക്കുമ്പോൾ ഇവിടെ ഇനിഷ്യലൈസ് എന്ന് കാണിക്കും. എന്നിട്ട് സ്റ്റാർട്ട് ഗ്രാബിംഗ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ കയ്യിലുള്ള ഗ്രൂപ്പുകളുടെ ലിസ്റ്റ് ഇവിടെ വരും. ഇതിൽ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് നമുക്കിപ്പോൾ എക്സ്ട്രാക്ഷൻ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. അത് ഇവിടെ ബ്ലൂ കളറിൽ വരുന്നു സെലക്ട് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് സെലക്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് എങ്ങോട്ടാണ് സേവ് ചെയ്യേണ്ടത് ആ ഫയല് സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നമ്മുടെ എക്സൽ ഫയല് നമ്മുടെ സിസ്റ്റത്തിലേക്ക് സേവ് ആയി. ഇതാണ് നമ്മളിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്ത ഫയൽ. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളുടെ ഡേറ്റാസ് എല്ലാം നമുക്ക് എക്സലിൽ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ കോൺടാക്ട് ലിസ്റ്റുകൾ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമ്മളിപ്പം ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ് ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സിലും വരുന്നത്. കോൺടാക്ട് ലിസ്റ്റ്, അതായത് നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന ആളുകളുടെ ഡേറ്റ നമുക്ക് എക്സലായി കൺവേർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ചാറ്റ് ലിസ്റ്റ് നമ്മൾ സേവ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാർ എൻക്വയറീസ് ഒക്കെ വന്നാൽ നമുക്ക് വാട്സപ്പിൽ ഉണ്ടാവും. അത് നമുക്ക് ഈ ചാറ്റ് ലിസ്റ്റ് ഗ്രാബർ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എക്സലാക്കി മാറ്റാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ വാട്സ്ആപ്പ് നമ്പേഴ്സ് ഫിൽറ്റർ ചെയ്യാനുള്ള ടൂൾ ഇതിൽ വരുന്നുണ്ട്. ഇനി ഗ്രൂപ്പുകൾ ഫൈൻഡ് ചെയ്യാനുള്ള ടൂൾ ഉണ്ട്. അതിൽ സ്റ്റാർട്ട് നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്ജക്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സ്റ്റാർട്ട് കൊടുത്ത് അത് റിലേറ്റ് ചെയ്ത് വെബിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ ലിങ്ക് വരും. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ബിസിനസ് ആണ് വേണ്ടെങ്കിൽ ബിസിനസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്രൂപ്പ് ലിങ്ക്സ് വരും. എന്നിട്ട് ഈ ലിങ്ക്സ് കോപ്പി ചെയ്തിട്ട് നമ്മൾ വാട്സാപ്പിൽ എവിടെയെങ്കിലും കൊണ്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ടീമിൽ ജോയിൻ ചെയ്യാനായിട്ടൊക്കെ പറ്റും. ടീമിലല്ല, ഗ്രൂപ്പിൽ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് ഈ സോഷ്യൽ മീഡിയ ഡാറ്റ എക്സ്ട്രാക്ടർ. വളരെ യൂസ്ഫുൾ ആയിട്ട് പല ബിസിനസ്സുകാർക്കും. അത് യൂസ് ചെയ്യുന്നതിനായിട്ട് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരും. ഇതിൽ ആദ്യം നമ്മൾ കീവേഡ്, നമുക്ക് ഏത് ടൈപ്പ് ആൾക്കാരുടെ ഡാറ്റയാണ് വേണ്ടതെന്നുള്ള ആ കീവേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സാമ്പിൾ എന്ന നിലയ്ക്ക് ബിസിനസ്സിന് ടൈപ്പ് ചെയ്യുകയാണ്, ബിസിനസ് ഓണേഴ്സ് എന്ന്. താഴെ മൊബൈൽ നമ്പർ വേണം. ഏത് കൺട്രിയിലാണോ ആ കൺട്രിയിലെ കൺട്രി കോഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ +91 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലൊക്കേഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് ലൊക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. അതേപോലെ നമുക്ക് ഇത് പല സോഷ്യൽ മീഡിയാസ് വരുന്നുണ്ട്. ലിങ്ക്ഡിൻ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം. ഇതിൽ ഏതിൽ നിന്നാണോ നമുക്ക് എക്സ്ട്രാക്ഷൻ ചെയ്യേണ്ടത് അതും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇമെയിൽ ഐ ഡി ഏത് ടൈപ്പ് ഇമെയിൽ ഐ ഡി, ജിമെയിൽ ആണോ യാഹു ആണോ വേണ്ടത് അത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഡിലേ ടൈമിംഗ് ഡിഫോൾട്ട് ആയിട്ടുള്ള അതിൽ തന്നെ കിടന്നാൽ മതി, അതിലൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സ്ട്രാക്ട് ചെയ്ത് വരുന്നതായിട്ട് കാണാം. അതിനുശേഷം നമുക്ക് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് എക്സൽ ആയിട്ട് ഈ ഡാറ്റയും ഇവിടുന്ന് സേവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം നമ്മുടെ വാട്സപ്പ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ക്രോം വഴിയാണ്. ഇതല്ലാതെ നമുക്ക് ഒന്നിൽ കൂടുതൽ വാട്സപ്പുകൾ അറ്റ് എ ടൈം കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് ഇതിൽ ഇൻബിൽഡ് ബ്രൗസർ വരുന്നുണ്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ. അപ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് ഇംഗ്ലീഷിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള സെറ്റിംഗ്സ് ഐക്കൺ എടുക്കുക. ഇതിൽ ക്രോം എന്നായിരിക്കും കിടക്കുക.
ആ ക്രോം എന്നുള്ള മാറ്റിയിട്ട് ബിൽഡ് ഇൻ ബ്രൗസർ ആക്കുക. ചില സിസ്റ്റത്തിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ബിൽഡ് ഇൻ ബ്രൗസറിലായിരിക്കും. ഓക്കെ, ബിൽഡ് ഇൻ ബ്രൗസറിലാണോ എന്ന് അറിയാനായിട്ട് ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. ഈ സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ അക്കൗണ്ട് എന്നുള്ള ഒരു പുതിയ ഫീച്ചർ ഓപ്ഷൻ വരും. മേളിലത്തെ ഇംഗ്ലീഷിന്റെ ലെഫ്റ്റ് സൈഡിലെ ജനറൽ സെറ്റിംഗ്സിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ വരും. മിക്ക ഡിവൈസിലും ഓട്ടോമാറ്റിക്കലി ഇത് ഈ ബിൽഡ് ഇൻ ബ്രൗസറിൽ തന്നെ ആയിരിക്കും ഡിഫോൾട്ട് ആയിട്ട് കിടക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആഡ് എ ന്യൂ അക്കൗണ്ട് കൊടുക്കുക, എന്നിട്ട് എന്തെങ്കിലും പേര് കൊടുത്തിട്ട് ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആഡ് ചെയ്തേക്കുന്ന ഇവിടെ വരും. ഇതിൽ അത് വാട്സപ്പ് കണക്ട് ചെയ്യാനായിട്ട് ലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ QR കോഡ് വരും. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൽ തന്നെ നമുക്ക് വാട്സപ്പ് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഒന്നിൽ കൂടുതൽ വാട്സപ്പ് ഒരേ സമയത്ത് കണക്ട് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് മെസ്സേജ് അയക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിൽ നമ്മൾ വാട്സപ്പ് സ്കാൻ ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണക്റ്റഡ് ആവും. കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് വാട്സപ്പിൽ നിന്നാണോ ഏത് വാട്സപ്പിലുള്ള ഗ്രൂപ്പുകളിൽ നിന്നൊക്കെയാണ് നമ്പേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്, അത് നമ്മൾ പ്രൈമറി അക്കൗണ്ട് ആയിട്ട് എപ്പോഴും സെറ്റ് ചെയ്യണം. മെസ്സേജ് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഏതിൽ നിന്ന് വേണമെങ്കിലും അയക്കാനായിട്ട് പറ്റും, പക്ഷെ എപ്പോഴും ഒരു അക്കൗണ്ട് പ്രൈമറി അക്കൗണ്ട് ആയിരിക്കണം. അത് നമ്മളിപ്പോൾ ഒരു അക്കൗണ്ട് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്യുന്നെങ്കിൽ പോലും അത് പ്രൈമറി അക്കൗണ്ട് ആക്കിയിരിക്കണം. അതാക്കാനായിട്ട് ഇൻഡിഫോൾട്ടിന് താഴെ ഇൻഡു മാർക്ക് ആയിരിക്കും, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെറ്റ് ആസ് പ്രൈമറി അക്കൗണ്ട് എന്ന് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഒരു വാട്സപ്പാണ് നമ്മൾ ആഡ് ചെയ്യുന്നെങ്കിലും അങ്ങനെ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. അതിനുശേഷം അക്കൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റാർട്ട് ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഏതൊക്കെ വാട്സപ്പിൽ നിന്നാണ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്വൈപ്പ് അക്കൗണ്ട് ആഫ്റ്റർ 2 മെസ്സേജ്, 2 മെസ്സേജ് ചെയ്യുമ്പോൾ അടുത്ത നമ്പറിൽ നിന്നായിരിക്കും അടുത്ത മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ സെൻഡ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് മെസ്സേജ് ഒരേ ദിവസം തന്നെ അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ്. അപ്പോൾ അത്തരത്തിൽ മാർക്കറ്റ് ചെയ്യേണ്ടവർക്ക് ഈ ഫീച്ചർ യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ജനറൽ സെറ്റിംഗ്സിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡോണ്ട് ചെക്ക് നമ്പർ സ്റ്റാർ ബിഫോർ സെൻഡിങ് മെസ്സേജ് എന്നുള്ള എപ്പോഴും ടിക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യാം. അതേപോലെ എന്തെങ്കിലും ഇഷ്യൂസ് സോഫ്റ്റ്വെയറിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഈ ജനറൽ സെറ്റിംഗ്സ് എടുത്തിട്ട് ചെക്ക് ഫോർ ഇന്റേണൽ അപ്ഡേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതായത് ബാക്ക് എൻഡിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരുന്ന സമയത്ത് അത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന നമ്മുടെ സിസ്റ്റത്തിലും അത് റിഫ്ലക്ട് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെക്ക് ഫോർ ഇന്റേണൽ അപ്ഡേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസോ എന്തെങ്കിലും ഇററോ ഇനിഷ്യലൈസേഷൻ ആവുന്നതിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട സെറ്റിംഗ്സ് ഇതാണ്. അതിനുശേഷം അപ്ഡേറ്റ് ഇപ്പം ക്രോമിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അപ്ഡേറ്റ് ക്രോം ഡ്രൈവ് കൊടുക്കുക. ഇനി എഡ്ജിലാണ്, അതായത് ബിൽഡ് ഇൻ ബ്രൗസറിലാണ് ചെയ്യുന്നതെങ്കിൽ അപ്ഡേറ്റ് എഡ്ജ് ഡ്രൈവും കൊടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഈ ക്ലിയർ സെക്ഷൻസും ക്ലിയർ ക്യാച്ചും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും സോഫ്റ്റ്വെയർ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട്. ഈ 3 ഓപ്ഷനും ക്ലിയർ സെഷൻ, ക്ലിയർ പ്രൊഫൈൽ ക്യാച്ചും ക്ലിയർ ബോർഡ് ക്യാച്ചും എന്നുള്ളതും കൊടുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ കുറെ കൂടെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ അത് എപ്പോഴും ചെയ്യേണ്ട പ്രോസസ് അല്ല. എന്തെങ്കിലും ഇഷ്യൂസ് സോഫ്റ്റ്വെയറിൽ വരുമ്പോൾ ഈ ജനറൽ സെറ്റിംഗ്സ് എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൂടെ ചെയ്തു നോക്കുക. ഇതാണ് സോഫ്റ്റ്വെയറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ ഓൾമോസ്റ്റ് നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വീഡിയോ ഫോട്ടോ ആയിട്ട് എടുത്ത് തന്നാൽ നമ്മളത് സപ്പോർട്ട് ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.